നമ്മൾ വീണ്ടും ഒരു ട്രെയിലർ റിയാക്ഷനായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ടീസർ നമ്മൾ റിയാക്ട് ചെയ്തായിരുന്നു. തൂയാമ്മയെ, വിജയ് നമ്പ്യാറിൻ്റെ പടം. അതെ അതെ, വിജയ് നമ്പ്യാർ ആ ടീസറിൻ്റെ അടി വന്ന് വിജയ് നമ്പ്യാറിൻ്റെ കമന്റ് ഇട്ടുണ്ട്. താങ്ക് യു ഗൈസ്. അതെ, ഞങ്ങൾക്ക് നന്ദി പറയാണ്. പക്ഷേ വേറെ കമന്റ്സ് ഒന്നും കണ്ടില്ല. ഞാൻ 1-2 പ്രാവശ്യം ഇത് ഒറിജിനലാണോ എന്ന് എടുത്ത് നോക്കിയായിരുന്നു. ഒക്കെ നമുക്ക് ട്രെയിലർ കണ്ടു നോക്കാം എന്താണെന്നറിയാലോ. കൂൻ ഭരിമാക്ക് മറ്റേ പഴവടം ബിഹാരി മുതലപ്പടമല്ലേ? अपना काम और वही अपना धंधा है. I'm a booker, bro. I'm super. Know what I'm saying? Miss Vanity, 2 million followers, 2 million worshippers. तेरे फैंस तेरी हर चीज को ट्रेंड बना देते हैं. എല്ലാം ബഡാ ടീംസ് പ്രസന്റ് ചെയ്തത്. ലൈക്ക് ഷെയർ. സാധനം മാറി, മൂഡ് മാറി. മയ്യ സർവൈവ്. പൂള് ട്രെയിനായി പോയി. നൈസ് ഷോട്ട്. പിരികൊക്കെ ഉണ്ടോ? ഇത്രയും ആളുണ്ടോ ഇതിന്? ഇതല്ലേ നീന്തൽ ആസനം. പാരഡൈസിലേക്ക് ഇറക്കാൻ പറ്റിയ ഒരു ഡ്രൈനേജ്. നീയോ അല്ലെങ്കിൽ ഞാനോ? പടം മുഴുവൻ കാണിച്ച അവനെ കൊണ്ടുപോയ പിന്നെ ഞാനെന്തിനാ ഈ പടം കാണുന്നത്? 2 പേരെ കൊണ്ടുപോയല്ലോ. രസമുണ്ട്. ഒറ്റ ഇതേ ഉള്ളൂ, VFX മറ്റേ. അതാ എനിക്ക് തോന്നിയത്. ബാക്കിയെല്ലാം ഒക്കെ ഈ മുതലയുടെ ഈ ഒരു സാധനം മാത്രമേ ഉള്ളൂ. പിന്നെ മാർക്ക് ഫോക്കസ് ചെയ്യാൻ ബുദ്ധിമുട്ട്. എനിക്ക് തോന്നുന്നു മറ്റേ ഫൺ മൂടായതുണ്ട്. മുതലയെ കുറച്ച് മുതലേ ഫൺ മുതല അവർ ഇടയ്ക്ക് കോമഡി ഒക്കെ അടിച്ചല്ലേ അതിനകത്തിരിക്കുന്നത്. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഭയങ്കര ഷിഫ്റ്റില്ല. ചില കൊറിയൻ സിനിമകളൊക്കെ കാണുമ്പോൾ, കൊറിയൻ അല്ലേ ആ ലൈൻ പടങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും ഭയങ്കര ഷിഫ്റ്റാണ് ഈ മൂഡ് തമ്മിൽ. അപ്പോൾ ആ ലൈൻ പടമാണെന്ന് തോന്നുന്നു. പെട്ടെന്ന് 2 കോമഡി അടിക്കും, പെട്ടെന്ന് പിന്നെ ഹൊററാവും. എനിക്ക് പക്ഷേ ആ മുതലയുടെ VFX നമുക്കത്തെ കൺവിൻസ് ആകത്തില്ല. അത്രേ ഉള്ളൂ. വേറെ കാരണം ഓൾറെഡി അത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. അപ്പോൾ അതിനെ കുറേ കൂടി നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം അതിനകത്ത്. അതാണ് ഞാൻ ആലോചിച്ചു. കാരണം പൈസ ഉണ്ടല്ലോ, ചെയ്തുകൂടെ? ഞാൻ ആലോചിക്കുന്നു. ചില സിനിമകളിൽ മറ്റേ ഈ മുതല ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ടല്ലോ. മറ്റേ രാജസാബിനകത്ത് മുതല മലത്തി അടിക്കണമല്ലോ. അപ്പം റിയലിസ്റ്റിക് മുതലയാണെങ്കിൽ അത് ചെയ്യുമ്പോൾ ഒരു ഇച്ചിരി തോന്നും. അപ്പം മുതലയ്ക്ക് കുറച്ച് അനക്കവും ചാട്ടവും ഒക്കെ ഉണ്ടെങ്കിൽ
മുതലേക്ക് ഇതൊക്കെ ചെയ്യാം. ഇത് രണ്ടുപേരും പ്രണയിച്ചോണ്ടിരിക്കുമ്പോൾ ശല്യപ്പെടുന്നവരായിട്ടൊരു അതെ അതെ, ചാടിയൊക്കെ വീഴേണ്ട മുതലാണെങ്കിലും റിയലിസ്റ്റിക് ആക്കിയാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ മുതല തുടക്കം തൊട്ടേ കുറച്ച് ആക്റ്റീവ് ആയാൽ. പക്ഷേ ഇത് വാലന്റൈൻസ് ഡേ കാണിക്കാൻ പറ്റുപടാ, എസ്പെഷ്യലി ഞങ്ങളൊക്കെ ഇതിലേക്ക് പോകത്തോട്ട്. ഈ പൂള് കണ്ടപ്പോൾ ഞാൻ ഈയിടെ മറ്റേ ഇത് പോയി കണ്ടായിരുന്നു, പ്രൈമേറ്റ്. ആ, അതിനകത്ത് ഒരു ഫുൾ ടൈം പൂളിനകത്ത്, പൂളിൻ്റെ പുറത്ത് മുതലെടുക്കും. റേബീസ് വന്നൊരു കുരങ്ങ്, ഇവർക്ക് പൂളിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. ആ സാധനം അത് ഓർമ്മ വന്നു. എല്ലാം ഒരേ സംഭവം. ഇത് മറ്റേ പൂളെന്ന് പറഞ്ഞാൽ ആ തായ്പടം ഉണ്ടല്ലോ, അതിൻ്റെ സാധനമാണ് ആക്ച്വലി. അത് ഇതന്നെ സെയിം സാധനമാണ്. അത് ഞാൻ കണ്ടിട്ടുള്ള ഓൾറെഡി. സോ അത് ഇറങ്ങിയ സമയത്ത് തന്നെ കണ്ടുള്ള. അതാണ് ഞാനിപ്പോൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല, കാരണം ഇനി ഇത് റെക്കമെൻഡ് ചെയ്യാമല്ലോ എനിക്ക്. ഇത് പോയി കാണുക, കാരണം ഇത് ഇന്ത്യയിലായതുകൊണ്ട് പോയി കാണുക. അതെ അതെ, ഫ്രൈഡേ 13th, കാരണം ഫ്രൈഡേ 13th അറിയാമല്ലോ. ഫ്രൈഡേ 13 എന്ന് പറയുന്നത് തന്നെ മറ്റേ ഒരു സംഭവം 13th കഴിഞ്ഞിട്ട് 14th വാലന്റൈൻസ് ഡേ ആഘോഷം ഇറങ്ങാം. പക്ഷേ രസമുണ്ട്. ഈ ട്രെയിലർ എനിക്ക് ഇഷ്ടപ്പെട്ടു, കാരണം ഉണ്ടല്ലോ 3 മിനിറ്റ് ഉണ്ടെങ്കിലും അത് മറ്റേ മുഷിപ്പിക്കാതെ പെട്ടെന്ന് തന്നെ കൊണ്ട്. ഞാൻ ആദ്യം 3 മിനിറ്റ് 20 സെക്കൻഡ് എന്നൊക്കെ പറഞ്ഞ നേരത്ത് മടുപ്പിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ അത് നല്ല ഇതായിട്ടാണ് പോയത്. ഏതായാലും ഇവിടെ നിന്ന് കാണാൻ ഞാൻ സുഹൃത്ത്, അതിൻ്റെ പ്രിൻ്റൊക്കെ വരത്തില്ല, ആലപ്പുഴ വരത്തില്ല, കൊച്ചിയിലേക്ക് കാണാം. അപ്പോൾ എപ്പോഴേലും കാണാൻ പറ്റും, കണ്ടു പറയാം. ബിജു നമ്പ്യാർ ഈ വീഡിയോയുടെ അടിയിൽ കമന്റ് ഇടുന്നത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ എല്ലാ വീഡിയോയിലും കൊള്ളാം. അതുപോലെ തന്നെ ബാക്കിയുള്ളവരും കമന്റ് പറയുക എങ്ങനെ ഉണ്ടെന്ന്. ജസ്റ്റ്